പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് ഈ വർഷം നടന്നിട്ടുള്ള മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എന്ത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ഈ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനം ചെയ്യും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെ വാസുദേവൻ പിള്ളയാണ്. കെ വാസുദേവൻ. അപ്പോൾ കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ കെ വാസുദേവൻ പിള്ളയാണ്. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് ആര്? സാഹിത്യരത്നം കെ വാസുദേവൻ പിള്ള. വാസുദേവൻ പിള്ള ഭായ് എന്നൊക്കെ അറിയപ്പെടുന്ന സാഹിത്യരത്നം കെ വാസുദേവൻ പിള്ള. കേരള ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കെ വാസുദേവൻ പിള്ളയാണ് എഴുതേണ്ടത്. ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് 1934 കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് കെ വാസുദേവൻ പിള്ള തുടക്കം കുറിക്കുന്നത്. ഓർത്തിരിക്കണം, 1934 കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം കെ വാസുദേവൻ പിള്ള തുടക്കം കുറിക്കുന്നത്. 1934 എന്ത് ചെയ്തു? കേരള ഹിന്ദി പ്രചാര സഭ എന്ന് പിന്നീട് പുനർനാമകരണം ചെയ്യപ്പെട്ട തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭ എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം. അപ്പോൾ ആ തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭ 1934 ആരംഭിക്കുന്നത് കെ വാസുദേവൻ പിള്ളയാണ്. ഇതാണ് പിന്നീട് കേരള ഹിന്ദി പ്രചാര സഭയായി മാറുന്നത്. അപ്പോൾ ഈ കേരള ഹിന്ദി പ്രചാര സഭ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തെ ഏകീകരിക്കാൻ ഹിന്ദി ഒരു കണ്ണിയായിരിക്കണം, ഹിന്ദി ഭാഷ ഒരു കണ്ണിയായിരിക്കണം എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു കെ വാസുദേവൻ പിള്ളയുടെ കേരള ഹിന്ദി പ്രചാര സഭ സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടത്. കേരളത്തിലെ ആദ്യത്തെ ഹിന്ദി വിദ്യാലയങ്ങളിലൊന്നായ തിരുവനന്തപുരത്ത് അദ്ദേഹം ആരംഭിച്ചു ഹിന്ദി വിദ്യാലയങ്ങളിലൊന്ന്. അതുപോലെ തന്നെ മദ്രാസിലെ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പരീക്ഷകൾക്കായി അദ്ദേഹം വിദ്യാർത്ഥികളേക്ക് ഒരുക്കിയിരുന്നു. അപ്പോൾ അറിഞ്ഞിരിക്കണം, അപ്പോൾ കെ വാസുദേവൻ പിള്ളയാണ് കേരള ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? കെ വാസുദേവൻ പിള്ളയാണ്. അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചും രാജ്ഞിമാരെ കുറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് അല്ലെ? അപ്പോൾ താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അതറിയണമെങ്കിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയെ കുറിച്ച് അറിയണം അല്ലെ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന, ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി. രണ്ടാമത്തെ പ്രസ്താവന, സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. മൂന്നാമത്തത്, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. നാലാമത്തത്, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. അപ്പോൾ ഇതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. അതുപോലെ തന്നെ അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. തിരുവിതാംകൂർ രാജ്യം സ്വന്തം നിലയിൽ ഭരിച്ച ഏക മഹാറാണിയായിരുന്നു ആര്? റാണി ഗൗരി ലക്ഷ്മിഭായ്. 1810 മുതൽ 15 വരെ. ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ വിപ്ലവപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിഭായ്. 1810 മുതൽ 13 വരെ മഹാറാണിയായും ശേഷം 1813 മുതൽ 15 വരെ തൻ്റെ മകനായ, അതായത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ മകൻ ആരാണ്? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്വാതി തിരുനാൾ അല്ലേ? ഈ സ്വാതി തിരുനാളിന് വേണ്ടി റീജന്റായും ഭരണം നടത്തിയതാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിഭായ്. അതുപോലെ തന്നെ അടിമത്തം നിർത്തലാക്കി. 1812 ഡിസംബർ 5-നാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ആരെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാലും
എഴുതാൻ പറ്റണം ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 1812 ഡിസംബർ 5-നാണ്. ഇന്ത്യയിൽ തന്നെ അടിമത്തത്തിനെതിരെയുള്ള ആദ്യകാല നിയമങ്ങളിൽ ഒന്നാണ് ഏതടെ അടിമത്തം നിർത്തലാക്കിക്കൊണ്ട് റാണി ലക്ഷ്മിബായി പുറപ്പെടുവിച്ച 1812 ഡിസംബർ 5 വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളും പ്രശസ്ത എഴുത്തുകാരിയുമായി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഈ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആരുടെ പിൻഗാമിയാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ പിൻഗാമിയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ കുറേയധികം വസ്തുതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ജപ്പാൻ റഷ്യയെ ആക്രമിച്ചത് 1904 ജപ്പാൻ റഷ്യയെ ആക്രമിച്ചത്. എന്നാണ്? 1904 ജപ്പാൻ റഷ്യയെ. അപ്പോൾ ഈ ജപ്പാൻ റഷ്യ ആക്രമിച്ചത് റൂസോ ജാപ്പാനീസ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. 1904 ഫെബ്രുവരി 8 രാത്രിയാണ് റഷ്യൻ അധീനതയിൽ ഉണ്ടായിരുന്ന പോർട്ട് ആർതറിലെ നാവിക താവളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജപ്പാൻ അപ്രതീക്ഷിതമായിട്ട് ആക്രമണം നടത്തുകയായിരുന്നു. അപ്പോൾ 1904 ഫെബ്രുവരി 8 രാത്രി റഷ്യൻ അധീനതയിൽ ഉണ്ടായിരുന്ന പോർട്ട് ആർതറിലെ നാവിക താവളത്തിലാണ് ജപ്പാൻ എന്ത് ചെയ്ത് അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി യുദ്ധം ആരംഭിക്കുന്നത്. 1904 മുതൽ 1905 വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നുണ്ട്. 1905 സെപ്റ്റംബറോടെ യുദ്ധം അവസാനിക്കുകയും ജപ്പാൻ വിജയിക്കുകയൊക്കെ ചെയ്തു. ഒരു ഏഷ്യൻ ശക്തി യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആധുനിക കാലത്തെ ആദ്യത്തെ യുദ്ധമായിരുന്നു. ഏഷ്യൻ ശക്തി എന്ന് പറഞ്ഞാൽ ജപ്പാനാണ് അല്ലേ? ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ്. ഒരു ഏഷ്യൻ ശക്തി യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആധുനിക കാലത്തെ ആദ്യ യുദ്ധമായിരുന്നു ജപ്പാൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത്. റൂസോ ജപ്പാനീസ് യുദ്ധം എന്നാണിത് അറിയപ്പെടുന്നത്. 1904 തുടക്കം കുറിച്ച് 1904 ഫെബ്രുവരി 8 മുതൽ 1905 സെപ്റ്റംബർ അവസാനത്തോടെ എന്ത് ചെയ്തു? യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇവയിൽ ഏതാണ് എന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, രണ്ടാമത്തത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, മൂന്നാമത്തത് NSS, നാലാമത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. ഈ 4നെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണെന്ന് നിങ്ങൾക്കറിയാം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. നിങ്ങൾക്ക് ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ കുറിച്ച് എന്തൊക്കെ വസ്തുതകൾ അറിയാമടെ? 1905 ജൂൺ 12 ഗോപാലകൃഷ്ണ ഗോഖലെ. അറിയാലോ ഗോപാലകൃഷ്ണ ഗോഖലയെ കുറിച്ച്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിച്ച ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 ജൂൺ 12 ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിച്ച ഒരു സാമൂഹിക പരിഷ്കരണ സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം അറിഞ്ഞിരിക്കണം. ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിക്കുമ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിസ്വാർത്ഥ സേവനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ പരിശീലിപ്പിക്കുകയായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യം. എന്തായിരുന്നു? നിസ്വാർത്ഥ സേവനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ പരിശീലിപ്പിക്കുക എന്നുള്ളതായിരുന്നു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ലക്ഷ്യം. അതായത് ദേശീയ സേവനമാണല്ലേ. അർപ്പണബോധത്തോടെയുള്ള വ്യക്തികളെ പരിശീലിപ്പിച്ച് അവരെ രാജ്യസേവനത്തിനായി സജ്ജരാക്കുക. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണം നടത്തുക. ഈ സാമൂഹിക പരിഷ്കരണം എന്ന് പറയുമ്പോൾ
ജാതി വിവേചനം, അയിത്തം, സ്ത്രീ പീഡനം, ദാരിദ്ര്യം, നിരക്ഷരത തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഭരണഘടനാപരമായ രീതികൾ. ഈ സെർവൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആസ്ഥാനം പൂനെയിലാണ്. അതുകൂടാതെ ഓർത്തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഒരുപക്ഷെ ചോദിക്കാം, ചെന്നൈ, മുംബൈ, അലഹബാദ്, നാഗ്പൂർ എന്നിവിടങ്ങളിൽ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്ക് ശാഖകളൊക്കെ ഉണ്ട്. ഇതൊരു മതേതര സംഘടന കൂടിയാണ്. അധസ്ഥിതർക്കും ഗ്രാമീണർക്കും വേണ്ടി ഇന്ത്യയിൽ സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ മതേതര സംഘടനകളിൽ ഒന്നാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1911 മുതൽ നാഗ്പൂരിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്ന് ഹിതവാദ എന്ന ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കിയ സംഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അപ്പൊ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഇംഗ്ലീഷ് പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിതവാദയാണ്. ഏതാണ് ഹിതവാദ? 1911 മുതൽ നാഗ്പൂരിൽ നിന്നാണ് ഈ ഹിതവാദ പ്രസിദ്ധീകരിക്കുന്നത്. ദ ഹിതവാദ. നമുക്കറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയെ ആയിരുന്നു മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ ഗുരുവായി കരുതിയിരുന്നത്. ഗോഖലെ 1915 മരണപ്പെടുന്നുണ്ട്. 1915 മരണപ്പെടുമ്പോൾ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് വി എസ് ശ്രീനിവാസ ശാസ്ത്രി. ആരാണ്? വി എസ് ശ്രീനിവാസ ശാസ്ത്രിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മരണത്തിന് ശേഷം 1915 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ ഈ ഗോപാലകൃഷ്ണ ഗോഖല നമ്മൾ പറഞ്ഞു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാണെന്ന് പറഞ്ഞു. 1905 മുതൽ 1915 വരെ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമുക്കറിയാം, മിതവാദി നേതാവായിരുന്നു അദ്ദേഹം എന്നറിയാം അല്ലെ? മിതവാദി നേതാവായ വ്യക്തിയായിരുന്നു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു കൂട്ടം യുവാക്കളെ പരിശീലിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആര് സ്ഥാപിക്കുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിക്കുന്നതെന്നറിയാം. അതിനുശേഷമാണ് വി എസ് ശ്രീനിവാസ ശാസ്ത്രി വരുന്നത് അല്ലെ? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ മരണശേഷം 1915 പ്രസിഡന്റായി ചുമതലയേറ്റതാണ് വി എസ് ശ്രീനിവാസ ശാസ്ത്രി. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൃദയനാഥ് കുൻസ്രു. ഈ ഹൃദയനാഥ് കുൻസ്രു 1937 മുതൽ 1977 വരെ വളരെ നീണ്ട കാലയളവാണ്. ഈ നീണ്ട കാലയളവിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ നയിച്ചത് ആര്? ഹൃദയനാഥ് കുൻസ്രു ആണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് തക്കർ ബാപ്പ എന്ന AV തക്കർ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രതിനിധികൾപ്പെട്ട വ്യക്തിയാണ്. ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനായി ട്രൈബൽ വെൽഫെയർ അല്ലെ, ഗോത്രവർഗക്കാരുടെ ക്ഷേമത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? AV തക്കർ. അതുപോലെ തന്നെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപക അംഗങ്ങളിൽ പെട്ടവരായിരുന്നു, മറ്റ് സ്ഥാപക അംഗങ്ങളായിരുന്നു GK ദേവദർ, NA ദ്രാവിഡ്, NV പട്വർദ്ധൻ. അത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വിദ്യാഭ്യാസവും സാക്ഷരതയുമായിട്ടുള്ള ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി വളരെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്നറിയാം. 1930 പൂനെയില് പ്രശസ്തമായിട്ടുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, എന്താണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ അടുത്ത് നോക്കിയ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കേട്ടിട്ടുണ്ടോ? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി കേട്ടിട്ടുണ്ട്? അറിയാമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് ഓപ്ഷൻ ബി. നിങ്ങൾ ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതാൻ പറ്റും? ഇതും 1884 മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്, DES. ഇന്ത്യയിലെ യുവാക്കൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച പാശ്ചാത്യ വിദ്യാഭ്യാസം, ഓർത്തിരിക്കണം, മികച്ച പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 1884 മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഇതിന്റെ സ്ഥാപകർ തീവ്രവാദി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലേ?
മറ്റേ മിതവാദിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ. ബാലഗംഗാധര തിലകൻ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ദേശീയ നേതാക്കളാം പണ്ഡിതന്മാരുമൊക്കെയാണ്. ഒന്ന് ബാലഗംഗാധര തിലകൻ, രണ്ടാമത് ഗോപാൽ ഗണേഷ് അഗാർക്കർ, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാദേവ് ഗോവിന്ദ റാനഡെ, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാലഗംഗാധര തിലകൻ, ഗോപാൽ ഗണേഷ് അഗാർക്കർ, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, മഹാദേവ് ഗോവിന്ദ റാനഡെയൊക്കെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ചതായിരുന്നു. അപ്പോൾ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1885 പൂനെയിൽ സ്ഥാപിച്ചൊരു വിദ്യാലയമുണ്ട്. പ്രസിദ്ധമായിട്ടുള്ളൊരു വിദ്യാലയമാണ് ഫെർഗൂസൺ കോളേജ്. എന്താണ് ഫെർഗൂസൺ കോളേജ്? ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ജെയിംസ് ഫെർഗൂസന്റെ പേരായിരുന്നു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ സ്ഥാപിച്ച വിദ്യാലയത്തിന് നൽകിയത്. എന്താണ് ഫെർഗൂസൺ കോളേജ്? ഇത് അതുപോലെ തന്നെ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയാം. ഇന്ത്യക്കാരുടെ ഇടയിൽ സ്വതന്ത്ര ചിന്തയും ദേശീയ അവബോധവും വളർത്തുന്നതിന് വിദ്യാഭ്യാസത്തെ ഒരായുധമാക്കി ഉപയോഗിക്കുന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായിട്ടൊക്കെ 1880 ബാലഗംഗാധര തിലകനും അഗാർക്കറും ഒക്കെ ചേർന്ന് പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട്. ഗോപാൽ ഗണേഷ് അഗാർക്കറും ബാലഗംഗാധര തിലകൻ 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. 1880 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പൂനെയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂള് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് NSS. നിങ്ങൾക്ക് NSSനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ എക്സാമിന് NSSനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടല്ലേ. നായർ സർവീസ് സൊസൈറ്റി അല്ലേ? നായർ സർവീസ് സൊസൈറ്റി കേരളത്തിലെ നായർ സമുദായത്തിലെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ആരാടെ NSSന്റെ സ്ഥാപകൻ? നിങ്ങൾക്കറിയാം, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേക ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാരതകേസരി മനത്ത് പത്മനാഭനാണല്ലേ. 1914 ഒക്ടോബർ 31 NSS സ്ഥാപിക്കുന്നത്. ആരാണ്? ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് സുകുമാരൻ നായർ ആണെന്ന് അറിയാം അല്ലേ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ഏതിന്റെ ആസ്ഥാനം? NSSന്റെ ആസ്ഥാനം. സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പുരോഗതി കേരളത്തിലുടനീളം നിരവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെ ഈ സംഘടനയ്ക്ക് NSSന് ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ ഇതിപ്പോ NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി ഉണ്ട്. പക്ഷേ മറ്റൊരെണ്ണമുണ്ട്, നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് NSS അല്ലേ. വിദ്യാർത്ഥികളില് സേവന മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. ഞാനല്ല നീ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരം എഴുതും? ഒരു മുദ്രാവാക്യമാണ്, ഒരു സംഘടനയുടെ മുദ്രാവാക്യമാണ്. എന്ത്? നോട്ട് മീ ബട്ട് യു. ഞാനല്ല നീ, നോട്ട് മീ ബട്ട് യു. ആരുടെ മുദ്രാവാക്യമാണ്? നാഷണൽ സർവീസ് സ്കീമിന്റെ മുദ്രാവാക്യമാണ്. 1969 സെപ്റ്റംബർ 24, അതായത് ഗാന്ധിജിയുടെ 100ാം ജന്മദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് സെപ്റ്റംബർ 24, ഗാന്ധിജി 100ാം ജന്മദിനം ഒക്ടോബർ 2 1969 സെപ്റ്റംബർ 24 എന്ത് സ്ഥാപിക്കുന്നത്? നാഷണൽ സർവീസ് സ്കീം എന്ന NSS സ്ഥാപിക്കുന്നത്. അതറിഞ്ഞിരിക്കണം. ഞാനല്ല നീ, നോട്ട് മീ ബട്ട് യു, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തിയോസഫിക്കൽ സൊസൈറ്റി. നമുക്ക് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ ആകെ ഒരുപക്ഷെ അറിയാവുന്ന ആനി ബെസന്റിനെ കുറിച്ചായിരിക്കും അല്ലേ. ആനി ബെസന്റിനെ കുറിച്ചായിരിക്കും തിയോസഫിക്കൽ. ഇന്ത്യയിലെ സ്വാധീനമാണിത്. എന്നാൽ ഈ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ഇന്ത്യയിലല്ല, ഓർത്തിരിക്കണം. 1875
അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിതമായിട്ടുള്ള അന്താരാഷ്ട്രമായ ആത്മീയ സംഘടനയാണ് ഏത്? തിയോസഫിക്കൽ സൊസൈറ്റി. തിയോളജി എന്ന് പറയുമ്പോൾ തന്നെ ദൈവശാസ്ത്രം കേട്ടിട്ടുണ്ടല്ലോ, ദൈവിക ജ്ഞാനം അറിയാലോ. അപ്പോൾ 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര ആത്മീയ സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ദൈവിക ജ്ഞാനം എന്നർത്ഥമുള്ള തിയോസഫിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ തിയോസഫിക്കൽ വരുന്നത് തന്നെ. അപ്പോൾ ഇതിന്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്? റഷ്യൻ ദാർശനികനായ മാഡം H.P. ബ്ലാവറ്റ്സ്കി. ആരാണ്? മാഡം H.P. ബ്ലാവറ്റ്സ്കി. അതുപോലെ തന്നെ റഷ്യൻ ദാർശനികനാണ്. അതുപോലെ തന്നെ അമേരിക്കൻ പട്ടാളക്കാരനായിരുന്ന കേണൽ H.S. ഓൾക്കോട്ട്, വില്യം ക്വാൻ ജഡ്ജി. ഓർത്തിരിക്കണം, മാഡം H.P. ബ്ലാവറ്റ്സ്കിയും അമേരിക്കൻ പട്ടാളക്കാരനായിരുന്ന കേണൽ H.S. ഓൾക്കോട്ടും വില്യം ക്വാൻ ജഡ്ജിയും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഇത് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. എന്നാൽ ഇന്ത്യയിലെ ആസ്ഥാനം 1882 നമുക്കറിയാം. ഈ സംഘടനയുടെ അന്താരാഷ്ട്ര ആസ്ഥാനം എവിടേക്ക് മാറ്റി? 1882. നേരത്തെ എവിടെയായിരുന്നു? അമേരിക്കയിലെ ന്യൂയോർക്കിലായിരുന്നു അന്താരാഷ്ട്ര ആസ്ഥാനം 1875 സ്ഥാപിതമാകുന്നത്. 1882 സംഘടനയുടെ അന്താരാഷ്ട്ര ആസ്ഥാനം ചെന്നൈയിലെ അടയാറിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ചെന്നൈയിലെ അടയാറിലേക്ക് മാറ്റുന്നുണ്ട്. ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി, മതം, വർണ്ണം വ്യത്യാസമില്ലാതെ മനുഷ്യർക്കിടയിൽ സാർവത്രിക സാഹോദര്യം വളർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ താരതമ്യ മതപഠനം, തത്വചിന്ത, ശാസ്ത്രം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ആനി ബെസന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. 1893 ഇന്ത്യയിലെത്തിയ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തെ ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? പ്രശസ്തമാക്കുന്നുണ്ട്. അപ്പോൾ 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ആനി ബെസന്റിനെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. 1907 ഹൈന്ദവ തത്വചിന്തകളെയും പുരാതന ഇന്ത്യൻ സംസ്കാരത്തെയും ആധുനിക രീതിയിൽ അവതരിപ്പിക്കാൻ ഈ തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. വാരണാസിയിലെ സെൻട്രൽ ഹിന്ദു കോളേജ്, അതായത് ഇന്നത്തെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അടിത്തറ സ്ഥാപിക്കുന്നതിൽ ആനി ബെസന്റും ഈ തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലോ തിയോസഫിക്കൽ സൊസൈറ്റിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിനക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പാടുപെടും അല്ലേ? ഓർത്തിരിക്കണം, കേരളത്തിലും തിയോസഫിക്കൽ സൊസൈറ്റിക്ക് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാന പ്രവർത്തകരുടെ പേരൊന്ന് അറിഞ്ഞിരിക്കണം. തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മഞ്ചേരി രാമയ്യർ, സി കൃഷ്ണൻ. ആരൊക്കെയാണ്? മഞ്ചേരി രാമയ്യറും സി കൃഷ്ണനും കേരളത്തിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തകരായിരുന്നു. 1882 കേരളത്തില് പാലക്കാട്ട് മലബാർ തിയോസഫിക്കൽ സൊസൈറ്റി, സ്ഥാപിതമാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒരു 4 ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ച കുറേയധികം വസ്തുതകളുമാണ് മനസ്സിലാക്കിയത്. ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനും ഇത്തരത്തിലുള്ള വസ്തുതകളൊക്കെ പ്രയോജനം ചെയ്യും. നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ, ടേക്ക് കെയർ.